നന്മയുടെ സ്പർശമുള്ള സാഹിത്യങ്ങൾ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ട് വിടവാങ്ങിയ കഥകളുടെ സുൽത്താൻ്റെ രചനകൾ എല്ലാവർക്കും പരിചിതമാണ്. എന്നാൽ പുതുതലമുറക്ക് അപരിചിതമായ അദ്ദേഹത്തിൻ്റെ ശബ്ദശകലങ്ങൾ ശ്രവിക്കാം ആകാശവാണിയുടെ ശേഖരത്തിൽ നിന്നും. മറ്റേ ആ കഥാപാത്രങ്ങളൊക്കെ എൻ്റെ സ്വന്തം ആൾക്കാരല്ലേ. എൻ്റെ മദറും എൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ പ്രദേശവുമാണ്. അതിൽ അന്യമായിട്ട് ആട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ വീട്ടിലുള്ള ആളാണ്. ആ വീടൊക്കെ ഇപ്പോൾ പരിഷ്കരിച്ച് എൻ്റെ അനിയൻ അബൂബക്കർ അതെല്ലാം പൊളിച്ചു പണിത് പുത്തൻ വീടാക്കി. ഞാനവിടെ ഒരു വീട് പണിതിരുന്നു. അപ്പൊ അതിന് വാശിക്ക് അവനോടൊന്നുണ്ടാക്കിയതാണ്. കാശഞ്ഞെന്ന് വാങ്ങിച്ചാണ്. ബസ് ഈ കൊടുങ്ങല്ലൂരിന് ഇവനേതാണ്ട് ഒരു ഞാനൊരുമാതിരി ചെറിയ ഒരു ഇതുമാതിരിയുള്ള കാലത്ത് എനിക്കറിയാം. ഇവനെയും നമ്മുടെ MT വാസുദേവൻ നായരെയും ഞാൻ വീട്ടിലേക്ക് ഒരു ക്ഷണമുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരിക ഇവർ വന്നാൽ, അല്ല മാസത്തിൽ ഒരു പ്രാവശ്യം വരിക. ഇവർ വന്നിട്ട് ഇവർക്ക് ഉച്ചയ്ക്ക് നല്ല തിരുത പൊരിച്ചതും വെച്ചതും എല്ലാം കൂടെ കൂട്ടി നല്ല ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ തേക്കാൻ നല്ല എണ്ണയും സോപ്പും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടിനും കൂടെ ഞങ്ങളുടെ ഈ തെങ്ങിന് ചൂട്ടി നിന്ന് കുളിക്കണം. ഇവരുടെ ദേഹത്തുള്ള ഇതുണ്ടല്ല രാസവളങ്ങൾ, അത് തെങ്ങിനെ വീഴും. എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവനും MT വാസുദേവനും കുളിക്കില്ല. അതെ, ഞങ്ങൾ രണ്ടുപേരും വളരെ വൃത്തിയിൽ നടക്കുന്നില്ല, അസൂയോണ്ട് പറയും. അതാ ഇരിക്കട്ടെ, ശുഭം. 2 മക്കളുണ്ട്. മൂത്തത് മകളാണ് ഷാഹിന ബഷീർ, ചേന്നമംഗലൂർ ഹൈസ്കൂളിൽ പഠിക്കുന്നു. പിന്നെ മോൻ ഇവിടെ ഏഡൻ നഴ്സറി സ്കൂളിൽ പഠിക്കുന്നു. നമ്മുടെ സർക്കാർ ഒരു 200 രൂപ രാഷ്ട്രീയ പെൻഷൻ തരുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിപ്പോയി. അപ്പോൾ 150 രൂപയോളം മോൾക്കും ആകും, ഒരു 25 രൂപ മോനും ആകും. ബാക്കി 25 രൂപ എനിക്ക് സിഗരറ്റ് വാങ്ങിക്കാം. ഇവർക്ക് പശുവുണ്ട്, ആടുകളുണ്ട്, എരുമയുണ്ട്. ഈ എരുമയും ഈ ആടിനെയെല്ലാം വളർത്താനായിട്ടുള്ള ഒരു എന്താണ് നമ്മൾ പറയുക, ആലയോ തൊഴുത്ത് ഒരാലയുണ്ട്. അതിൽ 3000 രൂപ ചിലവാക്കി ഉണ്ടാക്കിച്ചതാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ പുല്ല്, വൈക്കോല്, ഓക്കേപ്പൊടി, കിഴങ്ങ് പൊടി, മറ്റേ പിണ്ണാക്ക് ഇതെല്ലാം വാങ്ങിക്കാൻ ഞാൻ കാശ് കൊടുക്കണം. പശുവും ആടിനെയും കറന്നിട്ട് ഇവൾ പാല് വിൽക്കും. പാല് വിറ്റിട്ട് അവിടെ 2-3 മാസ്റ്റർമാർ എൻ്റെ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു 70 രൂപ തന്നു. അത് ഇവള് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ഇവള് പിന്നെ ഇവളുടെ ഒരു ഇഷ്ടക്കാരി ഒരു പെൺ പോലീസിനെ വിളിച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ പോയി. നിറല്ലേടി. പിന്നെ താമ്രപത്രം, 2 താമ്രപത്രമുണ്ട് എനിക്ക്. ഇപ്പൊ ഇന്ത്യയിലധികം ആൾക്ക് 2 താമ്രപത്രം കിട്ടിയിട്ട് ആളുടെ ചുരുക്കമായിരിക്കും. ഒന്ന് രാഷ്ട്രീയത്തിനും ഒന്ന് സാഹിത്യത്തിനും. ആ സാഹിത്യത്തിനുള്ള താമ്രപത്രം ഇവിടെ. പരപ്പനങ്ങാടി പെൻ സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷിതാക്കള്, അധ്യാപകര്, ഇന്ന് ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മദിനം. നിങ്ങളുടെ സ്കൂളിൽ വിവിധ പരിപാടികളുമായി ബഷീർ ഓർമ്മദിനം സമുചിതമായി ആചരിക്കുന്നു അറിയാം. എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. നമ്മളിലൂടെ ജീവിക്കുന്നു, പ്രത്യേകിച്ചും കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ. അത് വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് പ്രായം ഇപ്പോഴും 10-12 വയസ്സ്, കൂടിയാൽ 18 വയസ്സ്. 1ാം ക്ലാസ് മുതൽ PhD വരെ, ഡോക്ടറേറ്റ് വരെയുള്ള ലെവലിലുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കൃതികൾ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. 10 വർഷത്തോളം പാത്തുമ്മയുടെ ആട് ഉപപാഠ പുസ്തകമായി നമ്മുടെ സംസ്ഥാനത്ത് മലയാളത്തിൽ ഉണ്ടായിരുന്നു. ഏകദേശം 55 ലക്ഷത്തോളം കുട്ടികൾ, ഒരു 10,000-ഓളം അധ്യാപകർ, രക്ഷിതാക്കൾ എല്ലാവരും ഏകദേശം 1 കോടിയോളം പേർ വായിച്ച ഒരു കഥയാണ് പാത്തുമ്മയുടെ ആട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, വാക്കുകൾ കൊണ്ട് അമ്മാനമാടാതെ അതിലളിതമായി നമുക്കെല്ലാവർക്കും അറിയുന്ന ഭാഷയിൽ എഴുതി എന്നുള്ളതാണ്. അങ്ങനെ എഴുതിയാലും സാഹിത്യകാരനാവും, അംഗീകരിക്കപ്പെടും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണത്. കൊച്ചുകൂട്ടുകാർ അദ്ദേഹത്തിൻ്റെ കഥകൾ ലൈബ്രറിയിൽ നിന്നും എടുത്ത് വായിച്ച് അതുപോലെ
അതുപോലെ എന്ന് പറയുന്നില്ല, നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ കൊച്ചു കഥകൾ എഴുതി ഇതുപോലെ ഒരു സാഹിത്യകാരനാകണം. മറ്റ് ജോലികൾ ചെയ്യുന്നവർക്കും സാഹിത്യകാരന്മാരാവാം. ഉദാഹരണത്തിന് നമ്മുടെ ടി പത്മനാഭനെ പോലുള്ളവർ. അദ്ദേഹം FACTയിലെ ഉദ്യോഗസ്ഥനായിരുന്നു, വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. സേതു ബാങ്കിലെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. അവരൊക്കെ വലിയ സാഹിത്യകാരന്മാർ കൂടിയാണ്. അതുപോലെ നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മനുഷ്യനെ സ്നേഹിച്ചാൽ നമ്മൾ അമരരാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വൈക്കം മുഹമ്മദ് ബഷീർ. നിങ്ങൾ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. Vaikom Muhammad Bashir is regarded as one of the prominent literary figures ever existed in India. He was a legend in Kerala. He was one of those outspoken figures who revolutionized Malayalam literature. Today, July 5, we observe as Bashir Day. On this special occasion, we do have a collage of Vaikom Muhammad Bashir from Mr. Zahir Puttalat, a renowned photographer and a writer in Malayalam literature. Soja, Soja. सोजा राजकुमारी सोजा, सोजा राजकुमारी सोजा, सोजा मैं बलहारी सोजा, सोजा राजकुमारी सोजा. सोजा मीठे सपने आए, सपनों में पीतरस दिखाए. सोजा मीठे सपने आए, सपनों में पीतरस दिखाए. उड़कर रूप नगर में उड़कर रूप नगर में जाए, रूप नगर की सखियाँ रूप नगर की सखियाँ राजा जी माला पहनाए, चूमे मांग तिहारी. सोजा, सोजा राजकुमारी सोजा, सोजा राजकुमारी सोजा. പ്രിയ വിദ്യാർത്ഥികളെ, വൈക്കം മുഹമ്മദ് ബഷീറിനെ അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ അനുസ്മരിക്കാൻ പെൻസ് വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കാണിച്ച നല്ല മനസ്സിന് അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു പ്രഭാഷണത്തിനായി എന്നെ ക്ഷണിച്ച എൻ്റെ സഹോദരപുത്രി നിങ്ങളുടെ നിഹാല ടീച്ചർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ.
കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ കുട്ടികളാണ്. പഠിക്കാൻ ഒരുപാടുണ്ട്, കളിക്കാനുണ്ട്, തമാശ പറഞ്ഞ് ചിരിക്കാനുണ്ട്. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു കാലമാണ് ഇത്. ഈ കാലത്ത് എൻ്റെ പ്രസംഗം കേൾപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണമെന്ന് എനിക്കില്ല. അതുകൊണ്ട് നിഹാല ടീച്ചറുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം ഞാൻ ഒരു 5 മിനിറ്റ് ബഷീർ എഴുതിയ ഒരു നല്ല കഥ പറയാം. ബഷീർ എഴുതിയ എല്ലാ കഥകളും നല്ലതാണ്. നല്ലതല്ലാത്ത ഒന്നും ബഷീർ എഴുതിയിട്ടില്ല. അതെല്ലാം ബഷീർ വെറും ഭാവനയിൽ നിന്ന് എഴുതിയതുമല്ല, ജീവിതത്തിലെ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്നും രൂപപ്പെടുത്തിയ കഥകളും കഥാപാത്രങ്ങളുമാണ് ബഷീറിൻ്റെ എല്ലാ രചനകളും. അതിലെ കഥയും കഥാപാത്രങ്ങളുമെല്ലാം ബഷീർ നേരിട്ട് കണ്ടതാണ്, പരിചയിച്ചതാണ്, അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ബഷീറിൻ്റെ മിക്ക കഥകളിലെയും നായകൻ ബഷീറാകുന്നത്. അത് മജീദ് എന്ന് പേരിട്ടാലും കേശവൻ നായർ എന്ന് പേരിട്ടാലും അവരെല്ലാം ബഷീർ തന്നെയാണ്. ബഷീറിൻ്റെ ആത്മപ്രകാശനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും. അതിലെ ഒരു കഥാപാത്രത്തെ ഞാനിവിടെ അവതരിപ്പിക്കാം. ബഷീർ നായകനാകാത്ത ചുരുക്കം ചില ബഷീർ കഥകളിൽ ഒന്നാണ് ഇത്. പേര് പത്ര റിപ്പോർട്ട്. മനുഷ്യൻ വെറും റിപ്പോർട്ടുകളായി മാറുന്ന ദുരന്തത്തിൻ്റെ കഥയാണ് ഇത്. ഇതിൽ ബഷീറല്ല നായകൻ. അനാഥനായ നിരാലംബനായ ഒരു വൃദ്ധനാണ്. ആവുന്ന കാലത്ത് പണിയെടുത്ത് ജീവിച്ച മനുഷ്യൻ ഇന്ന് ആരോഗ്യമെല്ലാം ക്ഷയിച്ച് വൃദ്ധനായിരിക്കുന്നു. ആരോഗ്യമില്ല, പണിയില്ല, പണമില്ല, നോക്കാൻ ആരുമില്ല. അയാൾ ഒരു ദിവസം നഗരത്തിനടുത്തുള്ള ഒരു കുളത്തിൽ വീഴുന്നു. ഇത് കണ്ട് പണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ കിണറ്റിൽ നിന്നും വൃദ്ധനെ രക്ഷിക്കുന്നു. അയാൾ ഈ യുവാവും കൂട്ടുകാരും ഒക്കെ ചേർന്ന് ഒരു സർക്കാർ ആശുപത്രിയിൽ കൊണ്ടിടുന്നു. അത് വലിയ ആഘോഷമാക്കി ഫോട്ടോയെടുത്ത് പത്രത്തിലിടുന്നു. സർക്കാരിൽ നിന്ന് ഈ യുവാവിന് അഭിനന്ദനങ്ങളും സംഘടനകളിൽ നിന്ന് അംഗീകാരങ്ങളും ഒക്കെ കിട്ടുന്നു. കഴിഞ്ഞു. പിന്നെ ആരും ആലംബമില്ലാത്ത ഈ വൃദ്ധനെ തിരിഞ്ഞു നോക്കുന്നതേയില്ല. ഒരു പോലീസ് കോൺസ്റ്റബിൾ, അയാളുടെ പേര് പറയുന്നില്ല, PC 39 എന്നേ പറയുന്നുള്ളൂ. അയാൾ ഈ വൃദ്ധന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാ പുഴയിൽ വീണത്? അതിന് അയാൾ ഉത്തരം പറയുന്നു, ഞാൻ വീണതല്ല, ചാടിയതാ, മരിക്കാൻ. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, ആരോഗ്യമില്ല, പണമില്ല, പണിയില്ല, നോക്കാൻ ആരുമില്ല, പിന്നെ എന്തിന് ജീവിക്കണം? PC 39 ഉത്തരമുണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ നിയമപാലകനാണ്. നിയമം അയാൾക്കനുസരിച്ചേ പറ്റൂ. ആത്മഹത്യ കുറ്റമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ രഹസ്യം ആരോടും പറയരുത് കേട്ടോ എന്ന് PC താക്കീത് നൽകും. അതിനെന്താ, ഞാനിത് നേരത്തെ തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നായിരുന്നു വൃദ്ധന്റെ മറുപടി. ആരും അത് കേട്ടതായി ഭാവിച്ചില്ലെന്നും അയാൾ പറഞ്ഞു. കുളത്തിൽ ചാടിയതാണെന്ന് ഇനി പറഞ്ഞാൽ ആത്മഹത്യാശ്രമത്തിൽ പോലീസ് പിടിച്ചകത്താക്കുമെന്ന് PC 39 മുന്നറിയിപ്പ് കൊടുത്തു. അതിനെന്താ, ജയിലിൽ ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ എന്നായിരുന്നു വൃദ്ധന്റെ മറുപടി. പിന്നെ PCക്ക് ഉത്തരമില്ല. കൂടുതൽ ഒന്നും പറയാതെ PC 39 നടന്നകന്നു. പിറ്റേന്ന് പത്രത്തിൽ ഒരു റിപ്പോർട്ട് വരുന്നു. ഒരു വൃദ്ധൻ ആശുപത്രിക്കടുത്തുള്ള മരത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ചു. കയറിന് പകരം അയാൾ ആശുപത്രിയിൽ രോഗികൾക്ക് കൊടുക്കുന്ന തുണി ചുറ്റിക്കെട്ടിയാണ് തൂങ്ങി മരിച്ചത്. PC 39 പത്ര റിപ്പോർട്ട് വായിച്ചു. പത്ര റിപ്പോർട്ട് എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിരാലംബനായ മനുഷ്യനെ രക്ഷിച്ചവരെന്ന് വീമ്പു പറയുന്നവർ പോലും പാവപ്പെട്ട മനുഷ്യന്റെ യഥാർത്ഥ വേദന എന്തെന്ന് അറിയുന്നില്ല. അധികാരികൾക്കോ രക്ഷിച്ചവർക്കോ നിയമപാലകർക്കോ ഡോക്ടർമാർക്കോ ഒന്നും അതറിയേണ്ട കാര്യമില്ല. വൃദ്ധന്റെ പ്രശ്നം പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, അനാഥത്വമാണ്. അതറിയാൻ അധികാരികൾക്കോ രക്ഷകരെന്ന് പറയുന്നവർക്കോ താല്പര്യമില്ല. പത്രക്കാരും അതന്വേഷിക്കുന്നില്ല. മനുഷ്യനും അവന്റെ ദുരന്തവും വേദനയുമെല്ലാം ജീവനില്ലാത്ത വെറും പത്ര റിപ്പോർട്ടുകളാണെന്നും അതിനപ്പുറമുള്ള മനുഷ്യനെ കാണാൻ മനുഷ്യസ്നേഹത്തിൻ്റെതായ ഒരു പുതിയ ഭാഷ നമ്മുടെ മാധ്യമങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുമുള്ള ഒരു താക്കീത് കൂടിയാണ്
ബഷീറിൻ്റെ ഈ കഥ. കാലം മാറിയിരിക്കുന്നു. ഇന്ന് TV റിപ്പോർട്ടുകളുടെ സ്വഭാവവും സമീപനവും ഭാഷയും മാറിയിരിക്കുന്നു. അത് കൂടുതൽ മാനവികമായിരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവനും പിഴുതെറിയപ്പെട്ടവനും ഇന്ന് പലപ്പോഴും കൂട്ടാവുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അതിന് പ്രചോദനമാകാൻ പത്ര റിപ്പോർട്ടുകൾക്ക് ഒരു മനസ്സ് വേണമെന്ന് താക്കീത് നൽകാൻ വളരെ മുൻപേ ബഷീർ എന്ന മനുഷ്യന് കഴിഞ്ഞു എന്നിടത്താണ് പത്ര റിപ്പോർട്ട് എന്ന കഥ കാലാധിപത്യമാകുന്നത്. ഇങ്ങനെ ബഷീറിൻ്റെ എല്ലാ കഥകളും കാലാധിപത്യങ്ങളാണ്, കാലത്തെ അതിജീവിക്കുന്നതാണ്. അത് നിങ്ങൾ വായിക്കണം, വായിച്ച് വളരണം, വായിച്ച് മനസ്സിൽ മനുഷ്യസ്നേഹം വളർത്തണം. മനുഷ്യസ്നേഹമാണ് മനുഷ്യനെ മാത്രമല്ല പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുന്നതാണ്. അതിലെ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുക എന്നതാണ് ബഷീർ നൽകുന്ന സന്ദേശം. അത് പറയുക മാത്രമല്ല, ജീവിതത്തിലൂടെ പകർത്തി കാണിച്ചു എന്നതാണ് ബഷീറിനെ വെറും ഒരു എഴുത്തുകാരൻ എന്നതിലപ്പുറം ബേപ്പൂരിൻ്റെ മാത്രമല്ല സകല മനുഷ്യരുടെയും സുൽത്താനാക്കി മാറ്റുന്നത്. അത് നമുക്കും പ്രചോദനമാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിങ്ങൾക്ക് ഭാവിയിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി.